ഹായ് ഫ്രണ്ട്സ്, നോളജ് വേൾഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാലേ LP UP എക്സാമൊക്കെ ഡേറ്റ് വന്നു അല്ലേ, കേട്ടിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വന്നു. ഇനി നമുക്ക് അധികം ദിവസമല്ല അല്ലേ, നമുക്ക് ഒട്ടും തന്നെ സമയമില്ല പഠിക്കാൻ. അപ്പോൾ ഉള്ള സമയം വേസ്റ്റ് ആക്കാണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം പഠിക്കാനിരിക്കുക. അപ്പം കൂടുതലൊന്നും പറഞ്ഞ് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മനഃശാസ്ത്രത്തിൻ്റെ നിർവചനങ്ങളും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സൈക്കോളജി, അതായത് മനഃശാസ്ത്ര ശാഖകൾ, ഈ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക കേട്ടോ. പിന്നീട് ഈ ഒരു ഭാഗം ഒരു റിവിഷൻ അല്ലെങ്കിൽ വീണ്ടും എടുത്ത് പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മുടെ സൈക്കോളജി എന്ന ഈ ഒരു ടേം എങ്ങനെയാണ് രൂപം കൊണ്ടത്? സൈക്കി, ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ ഒരു ടേം എന്ത് ചെയ്തത്, രൂപം കൊണ്ടത്. ഇവിടെ ഒരു ചോദ്യം മുൻപേ ചോദിച്ചിട്ടുണ്ട്, ഏത് ഭാഷയിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപം കൊണ്ടത് എന്നും. അപ്പോൾ അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, ലാറ്റിൻ, ഗ്രീക്ക് എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം നമുക്കത് മാറാൻ പാടില്ല. അപ്പം സൈക്കോളജി എന്ന പദം രൂപം കൊണ്ടത് സൈക്കി, ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. എന്താ സൈക്കി എന്ന് പറഞ്ഞാൽ? സൈക്കി എന്ന വേർഡിന്റെ അർത്ഥം ആത്മാവ് എന്നാണ് വരുന്നത്. അതുപോലെ ലോഗോസ് എന്ന വേർഡിന്റെ അർത്ഥം ശാസ്ത്രം. ആത്മാവ്, ശാസ്ത്രം എന്നീ അർത്ഥങ്ങൾ വരുന്ന സൈക്കി, ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപം കൊണ്ടത്. പഠിച്ചല്ലോ. അപ്പൊ ഈ ഒരു സൈക്കോളജി എന്ന പദം എങ്ങനെയാ രൂപം കൊണ്ടതെന്ന് എവിടെ കണ്ടാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ആത്മാവ് എന്ന അർത്ഥം വരുന്ന സൈക്കി, ശാസ്ത്രം എന്ന അർത്ഥം വരുന്ന ലോഗോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ ഒരു ടേം എന്ത് ചെയ്തത്, രൂപം കൊണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, സൈക്കി എന്ന് പറഞ്ഞാൽ ആത്മാവാണെന്ന് പറഞ്ഞു അല്ലേ, ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണെന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യകാലത്ത് സൈക്കോളജിയെ നിർവചിച്ചത് ആത്മാവിന്റെ ശാസ്ത്രം എന്നായിരുന്നു. ഇങ്ങനെ നിർവചിച്ചത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ്. സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നായിരുന്നു അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും മനഃശാസ്ത്രത്തെ നിർവചിച്ചത്. സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ, അതായത് ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നായിരുന്നു ഇവര് നിർവചിച്ചിരുന്നത്. അപ്പം ഈ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ് ഇങ്ങനെ പറഞ്ഞത്, അതായത് ആത്മാവിന്റെ ശാസ്ത്രം എന്ന് സൈക്കോളജിയെ നിർവചിച്ചത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ആണ് എന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കുന്നതൊക്കെ നന്നാവും. ഇപ്പം നമ്മൾ ഈ ഹിന്ദുസൊക്കെ ബലിതർപ്പണം ചെയ്യുന്നത് കാണാറുണ്ടല്ലേ. അപ്പോൾ ബലിതർപ്പണം ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? ഒരു പ്ലേറ്റിൽ കുറച്ച് അരിയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ. അപ്പോൾ ഈ പ്ലേറ്റ് എന്നത് പ്ലേറ്റോയെയും അരി എന്നത് അരിസ്റ്റോട്ടിലിനെയും എന്ത് ചെയ്താൽ മതി, ഓർത്താൽ മതി. ഇത് എന്തിനാ ചെയ്യുന്നത്? ആത്മാവിന് എന്ത് ചെയ്യുക, മുക്തി ലഭിക്കാനോ അല്ലെങ്കിൽ ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അല്ലേ ഇങ്ങനെ ഒരു ബലിതർപ്പണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു നിർവചനം എവിടെ കണ്ടാലും ഇത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു നിർവചനം എന്ത് ചെയ്യുക, കോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആത്മാവിന്റെ ശാസ്ത്രം, അതായത് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ എന്ന മനഃശാസ്ത്രത്തെ നിർവചിച്ചത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ്. പക്ഷേ ഈ ഒരു ആത്മാവിന്റെ സ്വഭാവം ഒന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർവചനം എന്താണ്, റിജക്റ്റ് ആയി പോവുകയാണ് ഉണ്ടായത്. ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നാണ് ഇവർ നിർവചിച്ചത്. പക്ഷെ ആത്മാവിന്റെ സ്വഭാവം എന്താണെന്നും ഇവർക്ക് വ്യക്തമായിട്ട് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാനൊന്നും ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർവചനം എന്ത് ചെയ്യാണ്, തള്ളിപ്പോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നീട് എന്ത് ചെയ്തു, ഈ ഒരു നിർവചനത്തെ പിന്തള്ളിക്കൊണ്ട് ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കാന്റ് മനഃശാസ്ത്രത്തെ കുറിച്ച് നിർവചിക്കുകയുണ്ടായി. എങ്ങനെയാണ് അദ്ദേഹം മനഃശാസ്ത്രത്തെ നിർവചിച്ചത്? അദ്ദേഹം പറയുന്നത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിന്റെ ശാസ്ത്രമാണ്, അതായത് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് മൈൻഡ് എന്നാണ് കാന്റ് മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് നിർവചിച്ചത്. ഇങ്ങനെ ഈ ഒരു ഡെഫിനിഷൻ എവിടെയും കണ്ടാലും മറക്കാൻ പാടില്ല. മനസ്സിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് കാന്റ് ആണ്.
ഇപ്പം ഈ കാൻഡിനെ നമുക്ക് കാൻഡിലായിട്ടൊക്കെ സങ്കല്പിക്കാം. ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ, അവിടെ ഈ കാൻഡിൽ എന്നുള്ള മെഴുകുതിരിയായിട്ട് സങ്കല്പിക്കുക. അവർ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്തിനാണ്, അതൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ കാൻഡി എന്നത് കാൻഡിലായിട്ട് നമുക്ക് ഊഹിച്ചെടുക്കാം അല്ലെങ്കിൽ ലിങ്ക് ചെയ്തെടുക്കാം. അതായത് കാൻഡ് എന്നുള്ള ഈ ജർമ്മൻ സൈക്കോളജിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, കാൻഡിലായിട്ട് സങ്കല്പിക്കാം. അപ്പൊ കാൻഡിൽ എന്ന് ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ കാൻഡ് ആണ് മനസ്സിന്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് കാൻഡ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കോഡൊക്കെ അവിടെ നൽകുക. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറഞ്ഞത്, മനസ്സിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മനസ്സിന്റെ യഥാർത്ഥ സവിശേഷതകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിന്റെ യഥാർത്ഥ രൂപത്തെ കുറിച്ചിട്ടോ ഒന്നും കൃത്യമായിട്ടൊന്നും വിവരിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മനഃശാസ്ത്രത്തിന് നൽകിയ ഈ ഒരു നിർവചനം എന്താവാണ്, റിജക്റ്റ് ആയി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് വില്യം വൂണ്ടും വില്യം ജെയിംസും എന്ത് ചെയ്തു, മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു, നിർവചിക്കുകയുണ്ടായി. അവരെന്താണ് സൈക്കോളജിയെ കുറിച്ച് നിർവചിച്ചത് നോക്കൂ. സൈക്കോളജി അഥവാ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് എന്നാണ്. അതായത് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, വില്യം വൂണ്ടും വില്യം ജെയിംസും പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, മനഃശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു ബോധമണ്ഡലത്തെ കുറിച്ച് മാത്രം പരിഗണിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണോ? ആണോ? അല്ലല്ലോ. മനഃശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്, ബോധമണ്ഡലത്തെ മാത്രമല്ല അല്ലേ പരിഗണിക്കുന്നത്, അബോധമണ്ഡലത്തെയും ഉപബോധമണ്ഡലത്തെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ശാസ്ത്രം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർവചനം എന്താണ്, തള്ളി പോവുകയാണ് ഉണ്ടായത് അല്ലേ. സൈക്കോളജി ഒരു ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, വില്യം വൂണ്ടും വില്യം ജെയിംസും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ബോധമില്ലാണ്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ തട്ടി തടഞ്ഞ് വീഴുക അല്ലേ. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കാറുണ്ട്, ഇഞ്ചുറി അല്ലെങ്കിൽ മുറിവ് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ ഈ വൂണ്ട് എന്ന് ഇംഗ്ലീഷിൽ ഒരു ടേം ഉണ്ടല്ലേ, മുറിവ് നമ്മൾ വൂണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പം ഈ വൂണ്ട് എന്ന് നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കുകയാണ് അല്ലെങ്കിൽ കോഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിർവചനം ആരാണ് പറഞ്ഞതെന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. നമുക്ക് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന സൈക്കോളജിയെ നിർവചിച്ചത് വില്യം വൂണ്ടാണ്. അപ്പൊ ഈ വൂണ്ട് എന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ വില്യം ജെയിംസ് എന്നൊരാളെയും കൂടി നമ്മൾ എവിടെ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. അപ്പൊ ഇങ്ങനെ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന, അതായത് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന മനഃശാസ്ത്രത്തെ നിർവചിച്ചത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെ ഈ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് അല്ലെ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അതുപോലെ തന്നെ കാന്റ്, വില്യം വൂണ്ടും വില്യം ജെയിംസും ഒക്കെ എന്ത് ചെയ്തു, മനഃശാസ്ത്രത്തിന് നിർവചനങ്ങൾ നൽകി. അപ്പോഴേക്കും എന്ത് ചെയ്തു, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കമായി കഴിഞ്ഞു. അപ്പൊ ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ JB വാട്സൺ എന്ത് ചെയ്തു, മനഃശാസ്ത്രത്തെ കുറിച്ച് നിർവചിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് എന്താണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഡെഫിനിഷൻ ആണല്ലേ. മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ്. സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, JB വാട്സന് മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകം ഒന്നും കൂടെ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വ്യവഹാരത്തിന്റെ ശാസ്ത്രം ആരാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയുന്ന ഒരു നിർവചനമാണ് അല്ലെ. വ്യവഹാരത്തിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് JB വാട്സൺ ആണ്. ഇനി ഒന്നുമില്ലെങ്കിൽ പോട്ടെ, സൈക്കോളജി എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി പറയാ, സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വ്യവഹാരത്തിന്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് ആരാണ്, JB വാട്സൺ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് JB വാട്സൺ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മളോട് ആരെങ്കിലും എന്താണ് സൈക്കോളജി, നിങ്ങൾ സൈക്കോളജിക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഡെഫിനിഷൻ നൽകൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് പറയും, സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് പറയൂലേ. വ്യവഹാരത്തെ കുറിച്ചുള്ള പഠനമാണോ നമ്മൾ പറയൂലേ. അപ്പോൾ എന്താ ഈ വ്യവഹാരം അല്ലെങ്കിൽ എന്താണ് ഈ ബിഹേവിയർ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കിട്ടൂല, ചില ആളുകൾക്ക് പറയാൻ കിട്ടൂല. ഈ ടേം കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിനൊരു പ്രത്യേകമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാനൊന്നും ചില ആളുകൾക്ക് സാധിക്കില്ല. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബിഹേവിയർ എന്താ അല്ലെങ്കിൽ വ്യവഹാരം എന്താന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്.
ഇപ്പോൾ വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് ബോധവും അബോധവുമായ ആന്തരിക പ്രേരകങ്ങളുടെ പരിണിത പ്രഭാവമാണ് എന്ത് വ്യവഹാരം എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോധപൂർവവും അബോധപൂർവവുമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണെന്ത് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയർ അല്ലെങ്കിൽ വ്യവഹാരം എന്ന് പറയുന്നത് ബോധവും അബോധവുമായ ആന്തരിക പ്രേരകങ്ങളുടെ പരിണിത പ്രഭാവമാണ്. അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും നമ്മുടെ ഉള്ളിലുള്ള മോട്ടീവ്സിന്റെ പരിണിത പ്രഭാവമാണ് എന്തെന്ന് പറയുന്നത് വ്യവഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആദ്യം മനഃശാസ്ത്രത്തെ എങ്ങനെയാണ് നിർവഹിച്ചത്? ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് അല്ലെ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും നിർവഹിച്ചത്. പിന്നെ കാന്റ് വന്നിട്ട് പറഞ്ഞു എന്തോ മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നീട് വില്യം വോണ്ടും വില്യം ജെയിംസ് എന്ത് പറഞ്ഞു? മനഃശാസ്ത്രം എന്ന് പറയുന്നത് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് ആര് വന്നു? ജെ.ബി. വാട്സൺ വന്നു അല്ലെ. ജെ.ബി. വാട്സൺ എന്താ പറഞ്ഞത്? മനഃശാസ്ത്രം എന്ന് പറയുന്നത് വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ നിർവചനങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ട് R.S. വുഡ്സ്വർത്ത് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് നിർവചിച്ചത് എന്താ നോക്കൂ. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം ഈ മനഃശാസ്ത്രത്തെ നിർവചിച്ചിട്ടുള്ളത്. നോക്കൂ, ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട്. നോക്കൂ, ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി. അങ്ങനെ ആരാ പറഞ്ഞത്? അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ആണല്ലേ. ആത്മാവിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു അല്ലേ. അത് ഒരു പരാജയമായതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്തു? ആ ഒരു നിർവചനം എന്താവാണ്? തള്ളിപ്പോവുകയാണ്. പിന്നീട് അതിന്റെ മനസ്സ് നഷ്ടമായി. അതായത് മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ മനസ്സിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് കാന്റ് ആണല്ലേ. അത് മനസ്സിന്റെ സ്വഭാവത്തെയോ രൂപത്തെയോ ഒന്നും വ്യക്തമാക്കാൻ കഴിയാത്തതിനാൽ തന്നെ അതെന്ത് ചെയ്തു? അതും റിജക്റ്റ് ആയി പോവുകയാണ്. പിന്നീട് അതിന് ബോധം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ബോധം, അതായത് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് വില്യം വോണ്ടാണ് അല്ലേ. അതായത് ബോധമണ്ഡലത്തെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയല്ല എന്ത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു നിർവചനം എന്ത് ചെയ്യാണ്? തള്ളിപ്പോവുകയാണ്. ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്നാണ് ആര് പറയുന്നത്? R.S. വുഡ്സ്വർത്ത്. ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? R.S. വുഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നിർവചനങ്ങളൊക്കെ ഒന്ന് ആരൊക്കെയാന്ന് പറഞ്ഞതെന്നൊക്കെ ഓർത്തിരിക്കുക. ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവാട്ടോ. ഇനി നമ്മൾ മനഃശാസ്ത്രത്തിന്റെ കുറച്ച് ആധുനികങ്ങളായിട്ടുള്ള നിർവചനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ നിർവചനങ്ങൾ പ്രധാനമായിട്ടും B.Ed ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതൊരു 6 എണ്ണം ഉണ്ട്. നമുക്ക് എന്താ നോക്കാം അല്ലേ. ആദ്യത്തേത് നോക്കൂ. മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ക്രോ ആൻഡ് ക്രോ. മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും, അതായത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, അതായത് മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും, ദാറ്റ് മീൻസ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അപ്പോൾ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടും ഹ്യൂമൻ റിലേഷൻഷിപ്പിനെയും കുറിച്ചിട്ടുള്ള പഠനമാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ക്രോ ആൻഡ് ക്രോ പറഞ്ഞിട്ടുള്ളത്. മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് എന്നാണ് ക്രോ ആൻഡ് ക്രോ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നോക്കൂ. മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് എന്നാണ് കർട്ട് കോഫ്ക പറഞ്ഞത്. മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്നാണ് കർട്ട് കോഫ്ക മനഃശാസ്ത്രത്തെ നിർവചിച്ചിട്ടുള്ളത്. അടുത്തത് സ്കിന്നർ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് പറഞ്ഞത് നോക്കാം. മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും ശാസ്ത്രമാണ്. സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും ശാസ്ത്രമാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സ്കിന്നർ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് റോബർട്ട് എ ബാരോൺ പറഞ്ഞത് നോക്കൂ. മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ്. മാനസിക പ്രക്രിയകളെയും
വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നാണ് റോബർട്ട് എ ബെറോണ് മനഃശാസ്ത്രത്തെ നിർവചിച്ചത്. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് CF വാലന്റൈൻ ആണ്. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് CF വാലന്റൈൻ ആണ്. അടുത്ത നോക്കൂ, പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്നാണ് മാർഫി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്നാണ് മാർഫി പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മനഃശാസ്ത്രം എങ്ങനെയാ രൂപം കൊണ്ടോ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ മനഃശാസ്ത്രത്തെ എങ്ങനെയൊക്കെയായിരുന്നു നിർവചിച്ചിരുന്നത് എന്നും പിന്നീട് നമ്മൾ ആധുനികങ്ങളായിട്ടുള്ള കുറച്ച് നിർവചനങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് മനഃശാസ്ത്ര ശാഖകളെ കുറിച്ചിട്ടാണ്. മനഃശാസ്ത്രത്തെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് കേവല മനഃശാസ്ത്രം അഥവാ പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്. രണ്ടാമതാണ് പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം, ഇങ്ങനെ രണ്ട് ശാഖകളാണ് മനഃശാസ്ത്രത്തിനുള്ളത്. അതിൽ കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ബേസിക് ആയി വരുന്ന കാര്യങ്ങളാണെന്ത് ഈ കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത്. അതായത് തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്രമാണ് എന്ത് കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലോ, അപ്ലൈഡ് സൈക്കോളജി എന്നുള്ള ആ ഒരു പേരിലുണ്ട്. നമ്മൾ കേവല മനഃശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരു തലത്തിൽ പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഈ രണ്ട് വിഭാഗങ്ങളിലും പെടുന്ന ശാസ്ത്രശാഖകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇവിടെ ചോദ്യം പ്രധാനമായിട്ടും കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നിങ്ങനെ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി ഏതൊക്കെയാണ് കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്നത് നോക്കാം. ഒന്നാമത്താണ് സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി അദ്ദേഹം എങ്ങനെ സമൂഹത്തിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ അയാളുടെ വ്യവഹാരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത് സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. സാമൂഹ്യ ബന്ധങ്ങള്, സാമൂഹ്യ വികാസം, സാമൂഹ്യ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിശദമായിട്ടുള്ള ഒരു അപഗ്രഥനം ഉറപ്പുവരുത്തുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്താ ഈ ഒരു സോഷ്യൽ സൈക്കോളജി അഥവാ സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, സാമാന്യ മനഃശാസ്ത്രം അഥവാ ജനറൽ സൈക്കോളജി. അതായത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ തത്വങ്ങളും പൊതുവായി കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത് സാമാന്യ മനഃശാസ്ത്രം അഥവാ ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത്. അത് നമ്മുടെ ബുദ്ധിയാവാം, ചിന്തയാവാം, ഭാവനയാവാം, പഠനം, ഓർമ്മ, വികാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സാമാന്യ മനഃശാസ്ത്ര ശാഖയിൽ എന്ത് ചെയ്യുന്നുണ്ട് പഠന വിധേയമാക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇവിടെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, ചോദ്യം എങ്ങനെയാ വരാ? കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് വരുള്ളൂ. അപ്പം അത്തരത്തിലുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അടുത്തത് നോക്കൂ, അപസാമാന്യ മനഃശാസ്ത്രം. എന്താണ് അപസാമാന്യ മനഃശാസ്ത്രം അഥവാ അബ്നോർമൽ സൈക്കോളജി? ആ ഒരു പേരിലുണ്ടല്ലേ, അസാധാരണമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലേ. അതായത് നമ്മുടെ സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യ മനസ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പഠന വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ അസാധാരണമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള അനാരോഗ്യം, പെരുമാറ്റ വൈകല്യങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ തുടങ്ങിയിട്ടുള്ള അസാധാരണ പെരുമാറ്റമുള്ള വ്യക്തികളെ കുറിച്ച് എന്ത് ചെയ്യാണ് ഇവിടെ പഠന വിധേയമാക്കുന്നു. അതിനുള്ള ഒരു ശാസ്ത്രശാഖയാണ് എന്ത് അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇത് ഇങ്ങനെ ഈ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെരുമാറ്റമുള്ള വ്യക്തികളെ കുറിച്ച് എന്ത് ചെയ്യുന്നു പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണെന്ത് അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ശിശു മനഃശാസ്ത്രം അഥവാ ചൈൽഡ് സൈക്കോളജി. ഇതെന്താണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളല്ല, കുട്ടിയുടെ ജനനം മുതൽ ഏകദേശം ഒരു 12 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക പഠന വിധേയമാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത്
ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത് അവിടെ കുട്ടിയുടെ മാനസികാവസ്ഥകള്, മാതാപിതാക്കളുടെ സ്വാധീനം, കുടുംബ ബന്ധങ്ങള്, പാരമ്പര്യം, പിന്നെ കുട്ടികളുടെ ബുദ്ധിപരവും വൈകാരികവുമായിട്ടുള്ള വികാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ശാസ്ത്രശാഖയിൽ പഠന വിധേയമാക്കുന്നു. അതാണ് എന്ത്, ശിശു മനഃശാസ്ത്രം അഥവാ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, പരിസര മനഃശാസ്ത്രം എന്താണ് പരിസര മനഃശാസ്ത്രം? നമ്മുടെ വീട്, സ്കൂള്, സമൂഹം, പ്രകൃതി ചൂഷണം, പ്രകൃതി ദുരന്തങ്ങള് തുടങ്ങിയിട്ടുള്ള പാരിസ്ഥിതിക ഘടകങ്ങളില്ലേ, അത്തരത്തിലുള്ള ഘടകങ്ങൾ മനുഷ്യ വ്യവഹാരത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ. അപ്പം ആ ഒരു സ്വാധീനം തിരിച്ചറിയുന്നതിനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര ശാഖയാണെന്ത്, പരിസര മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ മനുഷ്യ വ്യവഹാരത്തിൽ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിയുന്നതിനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകമായിട്ടുള്ള ശാസ്ത്രശാഖയാണെന്ത്, പരിസര മനഃശാസ്ത്രം എന്ന് പറയുന്നത്. കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ശാസ്ത്രശാഖയാണ് പാരാസൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് ആജീവനാന്ത വികസന മനഃശാസ്ത്രം എന്ന് പറയുന്നത്, അതായത് ലൈഫ് സ്പാൻ ആൻഡ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ആജീവനാന്ത വികസന മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ആജീവനാന്ത വികസന മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതായത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ശാരീരിക, മാനസിക, വൈകാരിക, പിന്നെ നമ്മുടെ സാമൂഹിക വികാസങ്ങൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു മനഃശാസ്ത്ര ശാഖയിൽ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠന വിധേയമാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത്, ആജീവനാന്ത വികസന മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തത് കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് പരീക്ഷണ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ഏതൊക്കെ നോക്കൂ: സാമൂഹ്യ മനഃശാസ്ത്രം, സാമൂഹ്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, പരിസര മനഃശാസ്ത്രം, പാരാസൈക്കോളജി, ആജീവനാന്ത വികസന മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്ന ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിലെ ഏതൊക്കെ വിഭാഗങ്ങളാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന്റെയും പഠനത്തിന്റെയും ശാസ്ത്രശാഖയാണെന്ത്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെ പഠിതാവ്, പഠനം, പഠന പ്രക്രിയകള്, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങള്, അങ്ങനെ തുടങ്ങിയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സമഗ്രമായി പഠിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത്, ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന്റെയും പഠനത്തിന്റെയും ശാസ്ത്രശാഖയാണെന്ത്, ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തതാണ് ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി അഥവാ നൈദാനിക മനഃശാസ്ത്രം എന്ന് പറയും. അതായത് ഒരു രോഗിയുടെ പ്രത്യേകമായ പെരുമാറ്റങ്ങളൊക്കെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പഠിക്കുക. അതായത് മാനസിക പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്നതിനും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങളൊക്കെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണെന്ത്, ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രിമിനൽ സൈക്കോളജി അഥവാ ക്രിമിനൽ മനഃശാസ്ത്രം, അതല്ലെങ്കിൽ കുറ്റകൃത്യ മനഃശാസ്ത്രം എന്നൊക്കെ പറയാം. ഇതും എന്താണ്, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഇതെന്താണ് ക്രിമിനൽ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാല് സാമൂഹ്യ വിരുദ്ധനും കുറ്റകൃത്യ പ്രവണതയും ഉള്ളവരും ആകുന്നതിന്റെ മാനസികമായിട്ടുള്ള കാരണങ്ങൾ, അതായത് ഇവരെങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ അവരെ എന്തൊക്കെ മാനസിക കാരണങ്ങളാണ് അവരെങ്ങനെ ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠന വിധേയമാക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് എന്ത്, ക്രിമിനൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ചികിത്സാ സാധ്യതകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠന വിധേയമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് സൈനിക മനഃശാസ്ത്രം അഥവാ മിലിറ്ററി സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഇവിടെ സൈനികർ നേരിടുന്ന എന്താ പറയുക, മാനസിക പ്രശ്നങ്ങള്, മാനസിക ശേഷികള്, അതുപോലെ തന്നെ അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ട ടെസ്റ്റുകൾ നടത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠന വിധേയമാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത്, സൈനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തതാണ് ജനിതക മനഃശാസ്ത്രം അഥവാ ജനറ്റിക് സൈക്കോളജി എന്ന് പറയുന്നത്. എന്താണ് ജനിതക മനഃശാസ്ത്രം? ഒരു വ്യക്തിയുടെ വളർച്ചയിലും വികാസത്തിലും പിന്നെ അവരുടെ പാരമ്പര്യത്തിന്റെ പങ്ക് തലമുറയിലേക്ക് എങ്ങനെ കൈമാറുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജനറ്റിക് സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് കായിക മനഃശാസ്ത്രം അഥവാ
സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണ്, കായിക താരങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികൾ, അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, പഠനം നടത്തുകയും അവർക്കൊരു ആത്മവിശ്വാസവും റെഡിനെസ്സും ഒക്കെ വളർത്തിയെടുക്കാനൊക്കെ സഹായിക്കുന്ന മാനസിക പരിശീലനങ്ങളൊക്കെ നൽകുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണെന്ത്, കായിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് നാഡീ മനഃശാസ്ത്രം അഥവാ ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മുടെ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ്. അതായത് നമ്മുടെ ഓർമ്മ, മറവി, ചിന്ത തുടങ്ങിയിട്ടുള്ള മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണെന്ത്, നാഡീ മനഃശാസ്ത്രം അഥവാ ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് വ്യാവസായിക മനഃശാസ്ത്രം അഥവാ ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത്. എന്താണ്, വ്യവസായത്തെ കുറിച്ചുള്ള പഠനമല്ല ഇവിടെ. ഇവിടെ ഈ തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, അലസത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, പിന്നെ അവിടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഒക്കെ തരത്തിലുള്ള മനഃശാസ്ത്ര ശാഖയാണെന്ത്, വ്യാവസായിക മനഃശാസ്ത്രം അഥവാ ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് നിയമ മനഃശാസ്ത്രം അഥവാ ലീഗൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന മനഃശാസ്ത്ര ശാഖയാണെന്ത്, നിയമ മനഃശാസ്ത്രം അഥവാ ലീഗൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ക്ലിനിക്കൽ സൈക്കോളജി അഥവാ ചികിത്സാ മനഃശാസ്ത്രം എന്ന് പറയൂലേ, അഥവാ നൈദാനിക മനഃശാസ്ത്രം എന്ന് പറയും. പിന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി. പിന്നെ നമ്മൾ പറഞ്ഞു ക്രിമിനൽ സൈക്കോളജി. പിന്നെ സൈനിക മനഃശാസ്ത്രം അഥവാ മിലിറ്ററി സൈക്കോളജി എന്ന് പറഞ്ഞു. പിന്നെ ജനിതക മനഃശാസ്ത്രം അഥവാ ജനറ്റിക് സൈക്കോളജി, കായിക മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം, നിയമ മനഃശാസ്ത്രം. ഇത്രയും കാര്യങ്ങളാണെന്ത്, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്നത്. അപ്പം ഇവിടെ ഒരു ചോദ്യം നോക്കൂ, കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടാത്തത് ഏത്? സാമൂഹ്യ മനഃശാസ്ത്രം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം. ഇതിലേതാണ് കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടാത്തത്? അതെ, ഓപ്ഷൻ ബി ആണ്. എന്താണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ. കാരണം എന്താണ്, ബാക്കി മൂന്ന് എന്താണ്, കേവല മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്നതാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ്, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്നതാണ്. കാരണം എന്താണ്, അത് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയും ലക്ഷ്യമൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ബോധനവും പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠന വിധേയമാക്കുന്നത്. അതുകൊണ്ട് എന്താ, അത് പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അതെന്താ നോക്കാം. ഇവിടെ നോക്കൂ, 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ആരാണ്? വില്യം വൂണ്ടാണ്. മനഃശാസ്ത്ര പരീക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? വില്യം വൂണ്ടാണ്. അടുത്ത ചോദ്യം നോക്കൂ, ആദ്യമായി മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചത് എവിടെയാണ്? ലിപ്സിംഗ് സർവകലാശാലയിൽ. എപ്പോ? 1879 ആദ്യമായിട്ട് മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചത് ആരാണ് എന്നുള്ള ചോദ്യമാണ്. അതിനും എന്താണ് ഉത്തരം? വില്യം വൂണ്ടാണ്. അപ്പൊ ഈ ഒരു 3 ചോദ്യങ്ങൾക്കും ഉള്ള ഏക ഉത്തരാണ് എന്താ? വില്യം വൂണ്ട്. അപ്പൊ ഈ 3 ചോദ്യ ഉത്തരങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. മനഃശാസ്ത്രത്തിന്റെ പിതാവ്, മനഃശാസ്ത്ര പരീക്ഷണത്തിന്റെ പിതാവ്, ആദ്യമായി മനഃശാസ്ത്ര പരീക്ഷണശാല, അതായത് ലിപ്സിംഗ് സർവകലാശാലയിൽ 1879 ആരംഭിച്ചത് ആരാണ്? ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ആരാണ്? വില്യം വൂണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മനഃശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ ഫാദർ ഓഫ് സൈക്കോളജി ആരാന്ന് ചോദിച്ചപ്പോൾ വില്യം വൂണ്ടാണ്. എന്നാൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇവിടെ ഉത്തരം മാറിപ്പോവാൻ പാടില്ല. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് റുഡോൾഫ് ഗോക്കലാണ്. റുഡോൾഫ് ഗോക്കലാണ് മനഃശാസ്ത്രം എന്ന ഈ ഒരു ടേം ആദ്യമായി ഉപയോഗിച്ചത്. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ഒരു മനഃശാസ്ത്രം എന്നൊരു ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കുക കേട്ടോ.
അടുത്ത ചോദ്യം നോക്കൂ, ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം നോക്കൂ, അനുയോജ്യമായ ജോഡികൾ ഏതെന്ന് കണ്ടെത്തുക. അനുയോജ്യമായ ജോഡികൾ ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള നിർവചനങ്ങളും അതിന് നേരെ തെറ്റായിട്ടുള്ള മനഃശാസ്ത്രജ്ഞരുടെ പേരുകളുമാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നിർവചനം ശരിക്ക് ആരാണ് കറക്റ്റായി പറഞ്ഞ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അനുയോജ്യമായിട്ടുള്ള ജോഡികൾ ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ ഇതിലെ ഓരോ നിർവചനങ്ങളും നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യത്തെ നോക്കൂ, മനഃശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണ്. മനഃശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണ്. അതിന് നേരെ കൊടുത്തത് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നാണ്. രണ്ടാമത് നോക്കൂ, മനഃശാസ്ത്രം ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ്. അതിന് നേരെ നൽകിയത് JB വാട്സൺ എന്നാണ്. മൂന്നാമത്തെ നോക്കൂ, മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ്. മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ്. അതിന് നേരെ നൽകിയത് ഇമ്മാനുവൽ കാന്റ് എന്നാണ്. അവസാനത്തെ നോക്കൂ, മനഃശാസ്ത്രം ആത്മാവിന്റെ ശാസ്ത്രമാണ്. അതിന് നേരെ വില്യം വൂണ്ട്, വില്യം ജെയിംസ് എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ തെറ്റായിട്ടാണ് ഈ ജോഡികൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ചോദ്യങ്ങൾ വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു പോവാം. അപ്പൊ ഈ ഓപ്ഷൻസ് നോക്കൂ, നമ്മളെ വല്ലാണ്ട് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു നിർവചനങ്ങൾ കറക്റ്റായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻസിൽ ഏതാണ് ശരിയായ ജോഡി എന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നോക്കൂ, മനഃശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണ്. മനഃശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇമ്മാനുവൽ കാന്റ് ആണല്ലേ. അതുപോലെ രണ്ടാമത്തെ നോക്കൂ, മനഃശാസ്ത്രം ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ്. മനഃശാസ്ത്രം ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണെന്ന് ആരാ പറഞ്ഞത്? വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. മൂന്നാമത്തെ നോക്കൂ, മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ്. വ്യവഹാരം എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആരുമായി ബന്ധപ്പെട്ടതാണ്? JB വാട്സണുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ആരാണ്? JB വാട്സൺ ആണ്. അവസാനത്തെ നോക്കൂ, മനഃശാസ്ത്രം ആത്മാവിന്റെ ശാസ്ത്രമാണ്. മനഃശാസ്ത്രം ആത്മാവിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത്, മനഃശാസ്ത്രത്തെ ആദ്യകാലങ്ങളിൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നായിരുന്നു അല്ലെ വിളിച്ചിരുന്നത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഓപ്ഷൻസിൽ ഏതാണ് ഉത്തരം ശരി? ഉത്തരം ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്. ചോദ്യം നോക്കൂ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെന്ന് കണ്ടെത്തുക എന്നാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം താഴെ 3 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് താഴെ നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഓരോന്നും വായിച്ചു നോക്കാം. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അല്ലെ. ഒന്നാമത്തെ നോക്കൂ, മനഃശാസ്ത്രത്തെ പ്രധാനമായും കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. മനഃശാസ്ത്രത്തെ പ്രധാനമായും കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, മനഃശാസ്ത്ര ശാഖകൾ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? കേവല മനഃശാസ്ത്രം എന്നും പ്രയുക്ത മനഃശാസ്ത്രം എന്നും. അതിന്റെ ഉപശാഖകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു പ്രസ്താവന? എന്താണ്? ശരിയായ ഒരു പ്രസ്താവനയാണ് അല്ലെ. അടുത്ത പ്രസ്താവന നോക്കൂ, കേവല മനഃശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി പ്രയോഗതലത്തിന് പ്രാധാന്യം നൽകുമ്പോൾ പ്രയുക്ത മനഃശാസ്ത്രം തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. ഒന്നുകൂടെ നോക്കൂ, കേവല മനഃശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി പ്രയോഗതലത്തിന് പ്രാധാന്യം നൽകുമ്പോൾ പ്രയുക്ത മനഃശാസ്ത്രം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിയായ പ്രസ്താവനയാണോ? ആണോ? അല്ല അല്ലേ, ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എങ്ങനെയാണ്? കേവല മനഃശാസ്ത്രം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കുമാണ് എന്ത്? കേവല മനഃശാസ്ത്രം പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ പ്രയുക്ത മനഃശാസ്ത്രവും പ്രയോഗതലത്തിന് അല്ലെ, പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി പ്രയോഗതലത്തിനാണ് എന്ത് ചെയ്യുന്നത്? പ്രയുക്ത മനഃശാസ്ത്രം പ്രാധാന്യം നൽകുന്നത്. അപ്പൊ ഈ പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത പ്രസ്താവന നോക്കൂ, വ്യവസായ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം എന്നിവ കേവല മനഃശാസ്ത്രത്തിന്റെ ഉപശാഖകളാണ്. വ്യവസായ മനഃശാസ്ത്രം,
സൈനിക മനഃശാസ്ത്രം എന്നിവ കേവല മനഃശാസ്ത്രത്തിന്റെ ഉപശാഖകളാണ്. നമ്മൾ ഈ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയെ കുറിച്ച് പറഞ്ഞപ്പോഴും കേവല മനഃശാസ്ത്ര ശാഖയെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു? ഇതിന്റെ ഉപശാഖകളെ കുറിച്ച് നമ്മൾ ഓരോന്നും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വ്യവസായ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം ഏത് ശാസ്ത്ര ശാഖയിലാണ് ഉൾപ്പെടുന്നത്? പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത് കേവല മനഃശാസ്ത്ര ശാഖയുടെ ഉപശാഖകളല്ല. അപ്പൊ ഈ പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അല്ലേ. ഇവിടെ ഓപ്ഷൻസിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. അപ്പം നമ്മൾ മുകളിൽ വായിച്ച പ്രസ്താവനകളിൽ ഒരു പ്രസ്താവനയാണല്ലേ ശരിയായിട്ടുള്ളത്. അത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവനയാണല്ലേ. ഏതാണ്? ഓപ്ഷൻ എ. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? മനഃശാസ്ത്രത്തെ പ്രധാനമായും കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം എന്നിങ്ങനെ 2ആയി തിരിച്ചിരിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് നിർവചനങ്ങളും മനഃശാസ്ത്ര ശാഖകളെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. മനഃശാസ്ത്രത്തെ പ്രധാനമായിട്ടും 2ആയി തിരിച്ചിരിക്കുന്നു. കേവല മനഃശാസ്ത്രമെന്നും പ്രയുക്ത മനഃശാസ്ത്രമെന്നും അതിന്റെ ഉപശാഖകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതും നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്കൊരു പുതിയൊരു സൈക്കോളജി ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.